ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഓട്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ കുറച്ച് വീഡിയോസ് ഹെൽത്തി ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ ഇൻഗ്രീഡിയൻസിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ അതിലൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റിയ ഒരു ഐറ്റം അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഓട്സ്. നമ്മളിപ്പോൾ പലരും കാണുന്നുണ്ട്, നമ്മൾ പല ഹെൽത്തി ഡയറ്റും, അതായത് ഫേമസ് ആയിട്ടുള്ള ന്യൂട്രീഷ്യനിസ്റ്റ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന റെസിപ്പീസിൽ കൂടുതലും ഓട്സ് ഉണ്ടാവും. ഓട്സ് ആയിരിക്കും അതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ. ഓട്സ് വെച്ചിട്ടുള്ള സ്മൂതീസ്, ഓട്സ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഓട്സിൻ്റെ അപ്പം, അങ്ങനെ ഓട്സ് വെച്ചിട്ടുള്ളതായിരിക്കും എല്ലാം. ഈ ഓട്സിൻ്റെ പുഡിങ്, അങ്ങനെ ആയിരിക്കും അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു രീതി. അപ്പോൾ ഓട്സ് നമ്മൾക്കൊരു സിറിയൽ ഗ്രെയിൻ ആയിട്ടാണ് നമുക്കറിയാവുന്നത്. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഈ ഷുഗർ, ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ കൂടുതലും ഓട്സ് കഴിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഓട്സ്, എന്തിനാണ് നമ്മൾ ഓട്സ് കൺസ്യൂം ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഹെൽത്തിനെ പറ്റി നോക്കുകയാണെങ്കിലും, നമ്മളൊരു ഡയറ്റ് എടുക്കുകയാണെങ്കിലും, നമ്മളൊരു ജിമ്മിൽ പോകുമ്പോഴാണെങ്കിലും, നമുക്കെല്ലാവരും ഇപ്പോൾ ഫിറ്റ്നസ്, നമ്മുടെ ജിം ട്രെയിനർ ആണെങ്കിലും നമുക്ക് തരുന്ന ആ ഒരു ഡയറ്റ് പ്ലാനിൽ ഓട്സ് ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കാര്യത്തിൽ, ഇപ്പം നമുക്ക് വെയ്റ്റ് മാനേജ്മെൻറ്റിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഓട്സ് കൺസ്യൂം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ നമുക്ക് ഓട്സ് എങ്ങനെയൊക്കെ കഴിക്കണം, ഓട്സ് എങ്ങനെയൊക്കെ കഴിക്കാൻ പാടില്ല, ഓട്സിൻ്റെ അഡ്വാൻറ്റേജസ്, കൂടുതൽ എക്സസ് ആയിട്ട് കൺസ്യൂം ചെയ്താൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്ന അതുപോലെ തന്നെ സപ്പോർട്ട് ഈ വീഡിയോയിലും കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്സിൻ്റെ അഡ്വാൻറ്റേജസ് തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. അതിനേക്കാളൊക്കെ മുന്നേ ഓട്സ് എന്താണ്. ഓക്കെ, അപ്പോൾ ഓട്സിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ റിച്ച്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു സിറിയൽ ഗ്രെയിൻ ആണ് ഓട്സ്. ആൻഡ് ഓട്സ് ആർ പാക്ഡ് വിത്ത് ന്യൂട്രിയൻസ് ലൈക്ക് ഫൈബർ, വിറ്റമിൻസ്, പെർട്ടിക്കുലർലി വിറ്റമിൻ ബി ആണ് കേട്ടോ ഓട്സിൽ കൂടുതലുള്ളത്. ആൻഡ് മിനറൽസ് ആയിട്ട് മാഗ്നീസ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം ആൻഡ് സിങ്ക്, പിന്നെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു ന്യൂട്രിയൻ റിച്ച് സിറിയൽ ഗ്രെയിൻ എന്ന് തന്നെ നമുക്ക് ഓട്സിനെ പറയാം. ആൻഡ് ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് ഹാർട്ട് ഹെൽത്ത്. അതായത് ഓട്സ് കണ്ടെയ്ൻ ബീറ്റ ഗ്ലൂക്കൻ. അതെന്താണെന്ന് വെച്ചാൽ എ ടൈപ്പ് ഓഫ് സോല്യൂബിൾ ഫൈബർ ദാറ്റ് ഹാസ് ബീൻ ഷോൺ ടു ഹെൽപ്പ് റെഡ്യൂസ് കൊളസ്ട്രോൾ ലെവൽസ്, ദസ് സപ്പോർട്ടിങ് ഹാർട്ട് ഹെൽത്ത്. അതായത് ഓട്സിൽ ബീറ്റ ഗ്ലൂക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് സോല്യൂബിൾ ഫൈബറാണ്. അത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കൺട്രോൾഡ് ആക്കാനായിട്ട് സഹായിക്കും. അതുവഴി നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്. And third advantage, digestive health. The fiber content in oats promotes healthy digestion and regular bowel movements. അതായത് നമ്മുടെ ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് കൊണ്ട് തന്നെ നമുക്ക് ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട്, ഈ ഓട്സ് കൺസ്യൂം ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പറാകും. അതാണ് ഡൈജസ്റ്റീവ് ഹെൽത്തിന് സഹായിക്കും എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് അടുത്ത അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ബ്ലഡ് ഷുഗർ കൺട്രോൾ. അതായത് ദ ഫൈബർ ആൻഡ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ഓട്സ് ഹെൽപ്പ് സ്റ്റെബിലൈസ് ബ്ലഡ് ഷുഗർ ലെവൽസ് ആൻഡ് മേക്കിംഗ് ദം എ ഗുഡ് ചോയ്സ് ഫോർ പീപ്പിൾ വിത്ത് ഡയബറ്റീസ് ഓർ ദോസ് എയിമിംഗ് ടു മാനേജ് ദെയർ ബ്ലഡ് ഷുഗർ. അതായത് ഫൈബർ, നമ്മുടെ ഓട്സിലുള്ള ഫൈബറും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു കോംപ്ലെക്സും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുവഴി ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആവും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വെയ്റ്റ് മാനേജ്മെൻറ്റ്. ഇതായിരിക്കും കൂടുതലും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ വെയിറ്റ് കുറക്കാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കൺട്രോൾഡ് ആക്കാനുള്ള ആളുകൾ അവരുടെ ഡയറ്റിൽ ഓട്സ് ആഡ് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓട്സ് ആർ ഫില്ലിംഗ് ഡ്യൂ ടു ദ ഫൈബർ കണ്ടന്റ് വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഫുൾ ലോങ്ങർ ആൻഡ് പൊട്ടൻഷ്യലി എയ്ഡ് ഇൻ വെയിറ്റ് മാനേജ്മെൻറ്റ്. അതായത് നമുക്കിങ്ങനെ കൂടുതൽ കഴിക്കേണ്ടി വരില്ല. കഴിച്ചാൽ അത് തന്നെ മതി. കുറച്ച് കഴിച്ചാലും നമുക്ക് വയറ് നിറയും, നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. ആൻഡ് അടുത്തത് വേഴ്സാറ്റിലിറ്റി. അതെന്താണെന്ന് വെച്ചാൽ അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ദേ ക്യാൻ ബി ഈസിലി ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ഡിഷസ് സച്ച് എസ് ഓട്ട് മീൽ, ഗ്രനോള, സ്മൂത്തീസ് ആൻഡ് ബേക്ക്ഡ് ഗുഡ്സ്, മേക്കിംഗ് ദം എ വേഴ്സറ്റൈൽ അഡീഷൻ ടു എ ഹെൽത്തി ഡയറ്റ്. അതായത് നമുക്കിത് ഹെൽത്തി ഡയറ്റിൽ ചേർക്കാം. അതോടുകൂടി തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമ്മുടെ ഹെൽത്തി ഡയറ്റിൽ ചേർക്കാം.
സ്മൂതീസ് ആയിട്ടോ അല്ലെങ്കിൽ കുക്കീസ് ആയിട്ട് ഉണ്ടാക്കിയോ പല ടൈപ്പിൽ നമുക്ക് നമ്മുടെ ഫുഡിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ആൻഡ് ലാസ്റ്റത്തെ അഡ്വാൻറ്റേജ് ആണ്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് മാത്രം എടുത്ത് പറയുന്നത് കൊണ്ടിട്ടാണ്. ഗ്ലൂട്ടൻ ഫ്രീ ഓപ്ഷൻസ്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ആർ അവൈലബിൾ ഫോർ ദോസ് വിത്ത് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഓർ സിലിയാക് ഡിസീസസ്, പ്രൊവൈഡിങ് എ സേഫ് ഓൾട്ടർനേറ്റീവ് ടു വീറ്റ് ആൻഡ് അതർ ഗ്രെയിൻസ് കണ്ടെയ്നിങ് ഗ്ലൂട്ടൻ. അതായത് നമുക്ക് ഓട്സിൻ്റെ തന്നെ ഒരു ടൈപ്പ് പോലെ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സിലിയാക്ക് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. വെറുതെ വീറ്റ് ഉപയോഗിക്കാതെ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്സിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബെസ്റ്റ് വേസ് ടു കൺസ്യൂം ഓട്സ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഓട്സ് കൺസ്യൂം ചെയ്യേണ്ടത്, അതെങ്ങനെ കൺസ്യൂം ചെയ്താലാണ് നമുക്ക് അത്രയും ബെനിഫിറ്റ്സ് കിട്ടാമെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എങ്ങനെ കൺസ്യൂം ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഓട്ട് മീൽ എന്ന് വെച്ചാൽ ഒരു ക്ലാസിക് ഓപ്ഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സാധാരണക്കാരുടെ വീട്ടിലും ഓട്സ് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ടൈപ്പിലായിരിക്കും. സാധാരണ പാലിലോ വെള്ളത്തിലോ ഓട്സ് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് ആ ഓട്സൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം പാല് നിങ്ങൾക്ക് പ്ലാൻ ബേസ്ഡ് മിൽക്ക് എടുക്കണേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്തോരം വെള്ളം ചേർക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പാലിലല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ ഓട്സ് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് അത് വെള്ളം കളയാതെ കേട്ടോ, അതുപോലെ തന്നെ ഒരു ഓട്ട് മീലിൻ്റെ രൂപത്തിൽ തന്നെ എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ഫ്രൂട്ട്സോ നട്ട്സോ സീഡ്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് അത് കഴിക്കാം. വേണമെങ്കിൽ ഹണി, നിങ്ങൾക്ക് സ്വീറ്റ്നറായിട്ട് ഹണി എന്തെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മുടെ ഫ്ലേവറിനും ന്യൂട്രീഷനോ ആവശ്യമുള്ള സിനമണോ എന്തെങ്കിലും ആവശ്യമുള്ളത് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിന്നറായിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതാണ് ക്ലാസിക് വേ ഓഫ് കൺസ്യൂമിങ് ഓട്സ്. പിന്നെ സെക്കൻഡ് വരുന്നത് ഓവർനൈറ്റ് ഓട്സ്. ഇപ്പോൾ കൂടുതലും ഓവർനൈറ്റ് ഓട്സിൻ്റെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ കൂടുതലും ആളുകൾ ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്സും ഓട്സ് നമ്മൾ സ്റ്റൗവിലൊന്നും വെക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഓട്സ് എടുക്കാം, അതിലേക്ക് മിൽക്കോ യോഗോട്ടോ ആഡ് ചെയ്യാം, എന്നിട്ടത് ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിൽ വെക്കാം രാത്രി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും അതൊന്ന് നന്നായിട്ട് അലുത്തിരിക്കും ഓട്സ്. ആ ഓട്സിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് നട്ട്സ് സീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ യോഗോട്ടും ആഡ് ചെയ്തിട്ട് റെഫ്രിജറേറ്റർ വെച്ചില്ലേ, അതിന് മുന്നേ ചിയ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ ചിയ സീഡ്സും ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു സെക്കൻഡ് കോമൺ ടൈപ്പ് ഓഫ് കൺസ്യൂമിങ് ഓട്സ് ആണ് കേട്ടോ. കൂടുതലും ഇപ്പോൾ ആളുകൾ ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ കൂടുതൽ ഓവർനൈറ്റ് ഓട്സ് ചെയ്യുന്നുണ്ട്, കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓട്സ് സ്മൂതീസ്. ഓട്സ് സ്മൂതി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് നമ്മൾക്ക് ഫേവറേറ്റ് സ്മൂത്തീസിൻ്റെ കൂടെ ഓട്സും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കഴിക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രോബെറി സ്മൂതി ഉണ്ടാക്കണം. അപ്പോൾ സ്ട്രോബെറീസ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കില്ലേ, ആ ടൈമിൽ നമ്മൾ ഓട്സും കൂടി അതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സൈഡിങ്സ് അല്ലെങ്കിൽ ടോപ്പിങ്സ് ഒക്കെ ചേർത്ത് അങ്ങനെ കഴിക്കാം. അതാണ് ഓട്സ് സ്മൂതീസ് ആയിട്ട് എങ്ങനെ കൺസ്യൂം ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് ബേക്കഡ് ഗുഡ്സ്. ഓട്സ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ബേക്കിംഗ് റെസിപ്പീസ് ലൈക്ക് മഫിൻസ്, കുക്കീസ്, ബ്രെഡ് ആൻഡ് ഗ്രനോള ബാർസ്. അതായത് ഈ ബേക്ക്ഡ് ഗുഡ്സ്, കുക്കീസ്, ബ്രെഡ് ഇതിൻ്റെയൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഓട്സും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ചൂവിങ് ടെക്സ്ചറും നമ്മുടെ ഫൈബർ കണ്ടൻറ്റും ഒക്കെ നമ്മുടെ കുക്കീസിലും കൂടി ആഡ് ആവും. അപ്പോൾ ബേക്ക്ഡ് ഗുഡ്സിലും നമുക്ക് ഓട്സ് ചേർത്ത് അങ്ങനെയും കഴിക്കാം. പിന്നെ നമുക്ക് ഓട്സ് ഫ്ലവർ അതായത് നമ്മുടെ സാധാരണ റൈസ് ഫ്ലവർ, വീറ്റ് ഫ്ലവർ ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പാൻ കേക്ക്സ്, വാഫിൾസ്, നമ്മൾ ചിക്കൻ സൂപ്പ്, സോസൊക്കെ ഉണ്ടാക്കാൻ. അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ഓട്സ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഈ റൈസ് ഫ്ലവറിൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഓട്സ് ഫ്ലവർ യൂസ് ചെയ്യാം. ഈ റൈസ് ഫ്ലവറിനെ വീറ്റ് ഫ്ലവറിൻ്റെക്കാളും ഒക്കെ ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഓട്ട് മിൽക്ക്. അതായത് ഓട്സും വാട്ടറും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ഡയറി ഫ്രീ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഓട്ട് മിൽക്ക് യൂസ് ചെയ്യാം. വേറെ മിൽക്ക്, നമ്മുടെ ഡയറി മിൽക്ക് അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്
ഈ ഡയറി മിൽക്ക് യൂസ് ചെയ്യാതെ നമുക്ക് ഓട്ട് മിൽക്ക് ഒരു എന്താ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താ കോഫി ക്രീമറിന് ഉണ്ടാക്കാനാണ്, സ്മൂതി ഉണ്ടാക്കുക, സിറിയൽസ് ഉണ്ടാക്കാനൊക്കെ. പിന്നെ വരുന്നത് സലാഡ്സ് ആണ്. ഈ സലാഡ്സിൻ്റെ ടോപ്പിങ്സ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ കൂടുതലും ഈ ഓട്സ് യൂസ് ചെയ്യുക. കാര്യം വേറെ സലാഡ്സിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ സലാഡ്സിൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കും. ഈ ഓട്സിൻ്റെ സ്പ്രിങ്കിൾസ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് സലാഡിൽ നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് വെക്കും. അത് ഈ ടോപ്പിങ്സ്, ഈ റോസ്റ്റഡ് ടോപ്പിങ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്രഞ്ച് ഫീലും കിട്ടും, ന്യൂട്രീഷ്യസും ആണ് സലാഡ്സിൽ. പിന്നെ നമ്മൾ എനർജി ബാർസ് മിക്സ് ഓട്സ് വിത്ത് നട്ട് ബട്ടർ, ഹണി ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് ഹോം മെയ്ഡ് എനർജി ബാർസ്. നമ്മൾ ഈ സ്നാക്കൊക്കെ, നമ്മൾ ഹെൽത്തി അല്ലാത്ത ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബാർ, മിഠായി അങ്ങനെയൊക്കെ കഴിക്കണം എന്ന് ചിലപ്പോൾ ഒരു എന്താ പറയുക അതിന് കഴിക്കാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ഓട്സിനെ നട്ട് ബട്ടറും ഹണിയൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് എനർജി ബാർസ് ആയിട്ട് കഴിക്കാം. പിന്നെ സേവറി ഡിഷായിട്ട്, അതായത് സേവറി നമ്മുടെ ഈ വെജി ബർഗറിൽ, വെജിറ്റബിൾ ബർഗറിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു സേവറി ഡിഷായിട്ട് നമുക്ക് ഓട്ട് മീൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഓട്സ് ഇൻ സേവറി ഡിഷസ് റെസിപ്പിന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് കാണാൻ കഴിയും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഓട്സ് സിമ്പിളായിരിക്കും, അത് റെസിപ്പി നോക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് വന്ന ഓട്ട് ബേസ്ഡ് ഡെസേർട്ട്സ്, അതായത് ക്രംബിൾസ്, കോബ്ലർ. നിങ്ങൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓട്ട് ബേസ്ഡ് ഡെസേർട്ട്സ് എന്ന് തന്നെ സെർച്ച് ചെയ്താൽ മതി. ഈ ക്രംബിൾസിൻ്റെ, ഓട്സ് വെച്ചിട്ടുള്ള ക്രംബിൾസിൻ്റെയും കോബ്ലറിൻ്റെയൊക്കെ റെസിപ്പി കാണാൻ പറ്റും. അങ്ങനെയും ഓട്സ് നമുക്ക് കൺസ്യൂം ചെയ്യാം. അത് മാത്രമല്ല, ഓട്സ് നമുക്ക് കൺസ്യൂമിങ്, ഉള്ളിലേക്ക് കഴിക്കൽ മാത്രമല്ല, ഓട്സ് കൊണ്ട് വേറെയും കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓട്സ് ഓഫേഴ്സ് സെവറൽ ബ്യൂട്ടി ബെനിഫിറ്റ്സ്. നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലും ഹെയർ കെയറിലുമൊക്കെ ഓട്സിന് റോളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കിൻ സൂതിങ്, അതായത് ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ അലർജിക് സ്കിന്ന്, റാഷസ് ഉള്ള സ്കിന്നിലൊക്കെ നമുക്കൊരു സൂതിങ് കിട്ടാനായിട്ട് നമ്മുടെ ഓട്സ് പൗഡർ വേറെ എന്തെങ്കിലും മിൽക്കോ ഹണിയോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഓട്സ് സൂതിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ഫോലിയേഷൻ, നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന എന്താ, ബ്രൂ ഷുഗർ, നാച്ചുറൽ എക്സ്ഫോലിയേഷൻ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രൂ ഷുഗർ അതിൻ്റെയൊക്കെ കൂടെ, അല്ലെങ്കിൽ അതിന് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ മിൽക്കിൽ ഓട്സ് പൗഡർ ഇട്ടിട്ട്, ഓട്സ് നല്ല ഫൈനായിട്ട് പൗഡർ ആക്കണ്ട, ചെറിയൊരു ക്രിസ്റ്റൽ പോലെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. പിന്നെ ഓട്സ് ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് കിട്ടും, അത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓട്സ് ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. അത് മാത്രമല്ല, നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആണ് ഓട്സ് ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ്. നല്ല ബെനിഫിറ്റ് കിട്ടുന്ന മോയ്സ്ചറൈസേഴ്സാണ്. പിന്നെ നമുക്ക് ഫേസ് പാക്ക് കൂടുതലും ഹോം മെയ്ഡാണ്. ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഫേസ് പാക്ക് കൂടുതലും ഓട്സ്, കേട് അല്ലെങ്കിൽ മിൽക്ക്, വേറെ ഒന്നും ചേർക്കില്ല, ഹണി, ഓട്സ്, ഹണി, പിന്നെ മിൽക്ക് ഓർ കേട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. കൂടുതലും ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഓയിലി സ്കിൻ ആണെങ്കിൽ കേട് ഉപയോഗിക്കേണ്ട, മിൽക്ക് ഉപയോഗിക്കാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മിൽക്ക് ഉപയോഗിക്കേണ്ട, കേട് ഉപയോഗിക്കാം. അങ്ങനെ മാറ്റി ഉപയോഗിക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ആക്കാം. എന്തൊക്കെയാണ്, മിൽക്ക് ഓർ കേട്, പിന്നെ ഹണി, ഓട്സ് പൗഡർ. ഈ ഫേസ് പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഓട്സ് നല്ല ഫൈനായിട്ട് തന്നെ പൗഡർ ആക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്, സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. അങ്ങനെ ഫേസ് പാക്ക്. പിന്നെ ഹെയർ പാക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെ, അലോവേറ ജെല്ല്, പിന്നെ എഗ്ഗ് അതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓട്സും കൂടി മിക്സ് ആക്കാം. മുടി തഴച്ച് വളരും അങ്ങനെയൊന്നുമല്ല, ഒരു മോയ്സ്ചറൈസേഷൻ, ഒരു നറിഷ്മെൻറ്റ് ഹെയറിന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള ബ്യൂട്ടി ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹെൽത്തി ടോക്കിൻ്റെ തേർഡ് സീരീസ് അല്ലെങ്കിൽ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ തേർഡ് എപ്പിസോഡാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും ഓട്സ് ഹെയർ കെയറിലായിക്കോട്ടെ, സ്കിൻ കെയർ ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്തി ഡയറ്റിലായിക്കോട്ടെ, എല്ലാവരും ഓട്സ് ഇൻക്ലൂഡ് ചെയ്യാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.